മുട്ട അവിയലാണെന്ന് വയ്ക്കുന്നത്. മുരിങ്ങയ്ക്ക കഷ്ണിച്ച് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കണം. ഉപ്പും ചേർക്കാം, സ്വല്പം കരിവേപ്പില ഇടണം, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക. ചെറിയ തീ മതി, മുരിങ്ങയ്ക്ക വെന്ത് കിട്ടിയാൽ മതിയല്ലോ. ഇനി അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് വെള്ളം വേണമെങ്കിൽ സ്വല്പം ഒഴിക്കാം, സ്വല്പം വേണം. ഈ സമയത്ത് അരപ്പ് ചേർക്കാം. അരപ്പിന് ഞാൻ സ്വല്പം വാളംപുളിയാണ് അരച്ചത്. ജീരകം ഒരു നുള്ള, കൊച്ചുള്ളി, ഒരു 3 പച്ചമുളക് ഇത്രയും ചതച്ചിട്ടുണ്ട്. അതിട്ട് മുട്ടയും കൂടെ, പുഴുങ്ങിയ മുട്ട 4ആയിട്ട് മുറിച്ചത് ഇട്ട് നിരത്തി വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കും. ചെറിയ തീയിലൊന്ന് സ്വല്പം നേരം ഇരിക്കാനായിട്ട്. ഇനി ഇത് കുറേശ്ശെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ചെറുതായിട്ടേ ഇളക്കാവുള്ളൂ. ഉപ്പ് വേണം ഈ സമയത്ത് സ്വല്പം കൂടെ ചേർക്കാം. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ നല്ലൊരു കറിയാണ്. ഇനിയിപ്പം തീ നിർത്തിയിട്ട് കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ സ്വല്പം ഒഴിച്ച് അടച്ചു വയ്ക്കാം. പുളിക്ക് പകരം തക്കാളിയോ തൈരോ ചേർക്കാം. മുരിങ്ങയ്ക്കയുടെ കൂടെ ഒരു പൊട്ടറ്റോ ചേർത്താലും നല്ലതാണ്. ഇത് പൊതിച്ചോറിന് പറ്റിയൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.